US പൗരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. പാകിസ്ഥാനിലുള്ള US പൗരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സംഘർഷമുള്ള പ്രദേശങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോകരാജ്യങ്ങൾ ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ തന്നെ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിനൊപ്പം ചോദിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള ലോകശക്തികളുടെ പ്രതികരണങ്ങൾ ഏത് തരത്തിലായിരുന്നു? സ്വാഭാവികമായും ലോകരാജ്യങ്ങളെല്ലാം ആദ്യം തന്നെ എല്ലാവരുടെയും പിന്തുണ, ഭീകരവാദത്തിനെതിരായി, ഭീകരപ്രവർത്തനത്തിനെതിരായി ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇങ്ങനൊരു നടപടിയിലേക്ക്, നിലപാടിലേക്ക് ഈ 14 ദിവസങ്ങൾക്ക് അകത്ത് ഇന്ത്യ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇന്ത്യ ഒരു തിരിച്ചടി നൽകുമ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം രണ്ട് രാജ്യങ്ങളിലും ഇന്ത്യയിൽ വിശേഷിച്ചും എല്ലാ ലോകരാജ്യങ്ങളുടെയും ആളുകൾ ഇന്ത്യയിൽ വരികയും സഞ്ചാരികളടക്കം ഇന്ത്യയിൽ വരികയും പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇരു രാജ്യങ്ങളും വലിയ ആണവ രാജ്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിശേഷിച്ചും പാകിസ്ഥാനിലേക്കുള്ള ഒരു യാത്ര ചിലപ്പോൾ, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഈ രൂപത്തിൽ രൂക്ഷമാകുമ്പോൾ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കുള്ള യാത്രകളൊക്കെ റദ്ദാക്കിയേക്കും. അത് മാത്രമല്ല, ഈ ലോകരാജ്യങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യക്കൊപ്പമാണ് എല്ലാവരും. പക്ഷേ സ്വാഭാവികമായി പാകിസ്ഥാൻ്റെ പ്രതികരണം അതൊരു യുദ്ധരൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ഒരു കാരണവശാലും ആരും അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെ ശ്രീലാലൊക്കെ പറഞ്ഞതുപോലെ ഈ റഷ്യയെല്ലാം ഇന്ത്യക്ക് നൽകുന്ന ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതടക്കം പാകിസ്ഥാനിലേക്ക് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബന്ധമടക്കം ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ യുദ്ധത്തിലേക്ക് പോകുന്ന അന്തരീക്ഷത്തെ, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും നേരിട്ട് ഏറ്റുമുട്ടുന്നതിനെ ഒരു കാരണവശാലും ലോകരാജ്യങ്ങൾ അംഗീകരിക്കില്ല. കാരണം അത് ദക്ഷിണേഷ്യയിൽ വലിയ കലാപത്തിലേക്ക്, വലിയ യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകും. കാരണം ഇതിനിടയിലുള്ളൊരു രാജ്യം ചൈനയാണ്. ചൈനയുടെ നിലപാട് അമേരിക്കയും റഷ്യയും പോലല്ല ചൈന എടുക്കുന്ന നിലപാട്. ചൈനയുടെ നിലപാട് നമുക്കറിയാം. ഇത്തരത്തിലൊരു ആക്രമണം നടത്തരുത് എന്നാണ് ചൈന ഇന്ന് രാവിലെ. ചൈന ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നു. പാകിസ്ഥാന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയാണ് ചൈന. അവർ ഖേദപ്രകടനം നടത്തുന്നതിൽ ഒരു സംശയവും വേണ്ട. അത്തരം ഒരു പ്രതികരണം തന്നെയാണ് നമ്മൾ ചൈനയിൽ നിന്ന് പ്രതീക്ഷിച്ചതും. ഏതായാലും